കണ്ണീരും തേങ്ങലും നിൽക്കാത്ത വയനാട്ടിൻ്റെ മണ്ണിൽ നിന്നും സങ്കടകരമായ വാർത്തകളും സന്തോഷകരമായ വാർത്തകളും അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളും ആശ്ചര്യപ്പെടുത്തുന്ന വാർത്തകളും അതിശയിപ്പിക്കുന്ന വാർത്തകളും വെറുപ്പുളവാക്കുന്ന വാർത്തകളും പലതരം വാർത്തകൾ നിമിഷം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകട വിവരം അറിഞ്ഞെത്തിയ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ അവർ ഭക്ഷണത്തിൻ്റെ കാര്യം ഏറ്റെടുക്കുകയും ആ ഭക്ഷണം ഉണ്ടാക്കുകയും ഇതുവരെയുള്ള സർവത്ര ആളുകൾക്കും ഭക്ഷണം കഴിപ്പിക്കുകയും അവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നുവോ ഒരാളെ പോലും വിടാതെ അത്രയും പേർക്ക് ഭക്ഷണം കൂട്ടുകയും കുടിപ്പിക്കുകയും ചെയ്ത അവർ ഇന്നത്തോടു കൂടെ മല ഇറങ്ങിപ്പോകണം, അവരുടെ സഹായം ഇനി ഇവിടെ വേണ്ട, നിങ്ങൾ മല ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇനി അവരുടെ ഒരുവിധ സഹായങ്ങളും അവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി വിട്ടു. ഇതുവരെ എല്ലാവരും അവരുടെ ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല. ജീവൻ്റെ ഒരു തുടിപ്പ് പോലും എവിടെയും അവശേഷിക്കുന്നില്ല. ഇനി ഒരു പക്ഷേ അങ്ങിങ്ങായി കിട്ടിയെങ്കിൽ മനുഷ്യൻ്റെ ശരീരം, ശവശരീരം ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്ന മനുഷ്യ ശരീരങ്ങൾ അങ്ങിങ്ങ് കിടന്നെങ്കിലായി. അത്രത്തോളം അവിടെയുള്ള എല്ലാ പ്രവർത്തനവും അവസാനിച്ചിരിക്കുന്നു. ഇനി അവരുടെ സഹായമോ ഫുഡിൻ്റെയോ ആവശ്യമില്ല. പ്രത്യേകിച്ചും നമ്മുടെ മന്ത്രി റിയാസ് അതിന് ഒരു കാരണവും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഈ ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടിൽ വല്ല പിരിവും നടത്തുമോ എന്ന് അദ്ദേഹം അങ്ങേയറ്റം ഭയപ്പെടുന്നു. മാത്രവുമല്ല, കുറച്ച് ആളുകൾ പോയി ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് പകരം ഇവർ ഒരു ഗ്രൂപ്പായി ഡാർക്ക് ടൂറിസം നടത്തുകയാണ്. ഇത്തരം കാര്യകാരണങ്ങളെല്ലാം കാട്ടിക്കൊണ്ട് കലക്ടറെ കൊണ്ട് ഉത്തരവ് ഇറക്കിച്ചിരിക്കുന്നു. അവരുടെ ഭക്ഷണം ക്ലോസ്. ഇതിൻ്റെ പോസിറ്റീവ് വശം അവർക്കും നാട്ടുകാർക്കും ജനങ്ങൾക്കും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ആ പത്രമാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് മാധ്യമ കോൺഫറൻസ് നടത്തിയിരിക്കുന്നു. ഇനി എവിടെ ഒരു പ്രവർത്തനത്തിന് പോവുകയാണെങ്കിലും ഓരോ വ്യക്തികൾ ചിന്തിക്കുക, അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ സ്ഥലം കാലിയാക്കണം, മാന്യമായി പിരിഞ്ഞു പോകണം. ഇത്തരത്തിൽ എടുത്ത് ദൂരെ കളയുന്ന അതുവരെ അവർ പിടിച്ചു നിൽക്കരുത്. നിങ്ങളുടെ സഹായം വേണ്ട, അവസാനിച്ചു. ഇനി അവരെ കൺട്രോൾ ചെയ്യാനും അവരെ ഭക്ഷണം കഴിപ്പിക്കാനും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി ഊട്ടാൻ നിങ്ങളുടെ ആവശ്യമില്ല. ഉടനെ നിങ്ങളുടെ സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് വിട്ടുകൊള്ളണം, ഒഴിവാക്കണം. ഓക്കെ. അടുത്തതായി വളരെ സങ്കടവും വെറുപ്പും ഉളവാക്കുന്ന വാർത്തകളാണ് വരുന്നത്. പല ആളുകളും വീട് നഷ്ടപ്പെട്ട് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കണ്ട് ഓടി മലയുടെയും അവിടെയും കയറി ജീവനോടുകൂടെ ജീവൻ ബാക്കി കെട്ടി മറ്റെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് വീടിൻ്റെ സ്ഥലത്തേക്ക് കയറി വരുന്ന സമയത്ത് അവശേഷിക്കുന്ന അവശിഷ്ടങ്ങളിൽ അവരുടെ ക്യാബിൻ കുത്തിപ്പൊളിച്ചും അതുപോലുള്ള മറ്റ് ബാഗുകളും മറ്റ് അവശേഷിക്കുന്ന സാധനങ്ങളെല്ലാം കുത്തിപ്പൊളിച്ചുകൊണ്ട് അതിലുള്ള സ്വർണവും പണവും അങ്ങേയറ്റം കവർന്നിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് സ്വർണവും പണവും വിലപിടിപ്പുള്ള പല സാധനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പക്ക ഫ്രോഡുകളും കള്ളന്മാരും വഞ്ചകരും ഒരുമിച്ച് മിങ്കിളായിക്കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് വരുന്ന ആളുകൾ കർശനമായും എല്ലാവരും പരസ്പരം അങ്ങേയറ്റം സത്യസന്ധന്മാരായ ആളുകളെ മാത്രമേ ഇത്തരത്തിൽ ഓരോ പരിപാടിക്കും പങ്കെടുപ്പിക്കാവൂ. സംഘാടകർ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. അടുത്ത് കുറേ സന്തോഷകരമായ വാർത്തകളുമുണ്ട്. ഉടുതുണിയും ജീവനും മാത്രം ബാക്കിയായ ആശ്രിതരായ ആളുകൾ, ആരും ഒന്നിനും സഹായിക്കാനില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടി സ്വന്തം സ്ഥലം വിട്ടുകൊടുക്കാമെന്നും പല ആളുകളും പല കോണിൽ നിന്ന് 100 വീട് 200 വീട് എല്ലാം വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓഫർ വന്നിട്ടുണ്ട്. കുന്നുകളിലും മലകളിലുമാണ് ഇത്തരത്തിൽ സ്ഥലങ്ങൾ അവർ കൊടുക്കുന്നതെങ്കിൽ ആ പ്രകൃതിയുടെ ഘടനയെ ഒരു തരത്തിലും നശിപ്പിക്കാത്ത രൂപത്തിൽ അവർക്ക് വീടിനുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. 1-2 വീടാണെങ്കിൽ സ്റ്റെപ്പായിട്ടുള്ള ആ മാർഗത്തിൽ ഉണ്ടാക്കുവാൻ അത്തരത്തിലെല്ലാം എഞ്ചിനീയേഴ്സിനോട് പ്രത്യേകം സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ പറയും പോലെ ആദ്യം സ്ഥലം ഫ്ലാറ്റാക്കുക, അങ്ങനെ ആ സിസ്റ്റമേ എടുത്ത് കളയണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഏത് തരത്തിലാണോ ഭൂമിയുള്ളത് അത്തരത്തിൽ തന്നെ ബിൽഡിങ്ങുകൾ വരട്ടെ. ഒരിക്കലും ഭൂമിക്കുള്ള ആ ജലത്തിൻ്റെ ആ ഒഴുക്ക് തടയുന്ന, അതിനെ ഡിസ്റ്റർബാക്കുന്ന രൂപത്തിൽ ഒരിക്കലും വീട് വെക്കാൻ ആരുടെ സ്ഥലമായാലും ആരിനി കോംപ്ലക്സ് ആയിട്ട് പണിയുകയാണെങ്കിലും ഒരിക്കലും പ്രകൃതിയെ ദ്രോഹിച്ചു കൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണവും ഇപ്പോൾ നടക്കുന്ന ഈ പ്രൊജക്റ്റിലും വരാൻ പോകുന്ന ഏത് പ്രൊജക്റ്റിലും ഗവൺമെൻറ് ഒരിക്കലും അതിന് സമ്മതിക്കരുത്. അതിനുവേണ്ടി കർശന നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത്തരത്തിൽ എല്ലാ ഭാഗങ്ങളും കുത്തിപ്പൊളിച്ച് എൻ്റെ സൗകര്യത്തിന് ഞാൻ എൻ്റെ ഭൂമി നിരത്തുന്നു, മറ്റവൻ്റെ സൗകര്യത്തിന് അവൻ നിരത്തുന്നു. അങ്ങനെ ഭൂമിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ട് ഭൂമിയിലേക്ക് കണ്ടമാനം വെള്ളം ഇറങ്ങുകയും ഇത്തരത്തിൽ ഉറപ്പുകളില്ലാത്ത മണ്ണ് കുത്തിയൊഴുകി പോകുവാനും ചാൻസ് ഉണ്ട്. മാത്രവുമല്ല, ഭൂമിയുടെ ആ ഒരു ഓളം ഇല്ലാതായി പോകും. അങ്ങനെ വരുമ്പോൾ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് ഇനി അനുഭവിക്കാൻ മലയാളികൾ ജീവനുള്ളവർ ബാക്കിയായിക്കൊണ്ടേയിരിക്കും. ഒരു കൂട്ടം പാറക്കല്ലും ചെളിയും വെള്ളവും തകർത്തെറിഞ്ഞ ആ നാട്ടിലെ മനുഷ്യരുടെ സ്നേഹം, എന്തുമാത്രം നല്ല മനുഷ്യരായിരുന്നു, എന്തുമാത്രം നല്ല സ്നേഹമുള്ള മനുഷ്യരായിരുന്നു അവിടെ ജീവിച്ചതെന്ന് ഇപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകർ പറയുന്നത് കേൾക്കുമ്പോൾ ആ നാട് എത്രത്തോളം മനോഹരമായിരുന്നു, ആ നാട്ടിലെ മനുഷ്യർ എത്രത്തോളം സ്നേഹമുള്ളവരായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ ആ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. സംസാരിക്കുമ്പോൾ തലകറങ്ങി വീഴുകയാണ്. ആർക്കും വാക്കുകളോട് യോജിപ്പിക്കുവാൻ കഴിയുന്നില്ല. അത്രത്തോളം
അങ്ങ് അലിഞ്ഞു ചേർന്ന ഒരു പ്രകൃതിയും കുട്ടികളുടെ സ്നേഹവും രക്ഷിതാക്കളുടെ സ്നേഹവും ടീച്ചേഴ്സിൻ്റെ സ്നേഹവും സ്നേഹം വാരി കോരി പ്രകൃതി അവിടെ അനുഗ്രഹിച്ച് നൽകിയ ആ അന്തരീക്ഷത്തിലേക്ക് മതപ്പാടിളകിയ പ്രകൃതി ആ സ്നേഹമെല്ലാം തച്ചുടച്ചു കൊണ്ട് ഒഴുക്കിക്കളഞ്ഞു. അധ്യാപകർക്കൊന്നും മക്കളെപ്പറ്റി സംസാരിക്കുവാൻ കഴിയില്ല. ഓരോ അധ്യാപകരും അവിടെയുള്ള രക്ഷിതാക്കൾ അവർക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതും കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ച് അവർ പഠിപ്പിക്കുന്നതും പുഴയോരങ്ങളിലൂടെ കൊണ്ടു നടന്ന് അവർക്ക് വിദ്യ പകർന്നു കൊടുത്തതും എല്ലാം പറഞ്ഞുകൊണ്ട് ചങ്ക് പൊട്ടിക്കരയുകയാണ് അവിടെയുള്ള അധ്യാപകർ. അത്രയും നല്ലൊരു സ്നേഹമുള്ള നാടായിരുന്നു. അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു ലോകമില്ല. ഇനി അവർ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇനി അവിടെ അവശേഷിക്കുന്ന സ്കൂളുകൾ മാറ്റി കുറച്ചുകൂടെ സേഫ്റ്റിയുള്ള ഭാഗങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കണം. എല്ലാവർക്കും എപ്പോഴും നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവരും സേഫായിരിക്കുക. നന്ദി, നമസ്കാരം.